എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഊഷ്മളമായി അഭിവാദ്യം പറഞ്ഞുകൊണ്ട് രണ്ട് വാക്ക് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓട്ടോ തൊഴിലാളികളുടെ പ്രശ്നം ആണ് ഞങ്ങൾ ഉയർത്തുന്നത് പ്രത്യക്ഷത്തിൽ. പക്ഷേ അത് പരോക്ഷമായി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രശ്നമാണ്. ഈ സത്യാഗ്രഹം ഈ നാട്ടിലെ പാവപ്പെട്ട മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി ഈ വിലക്കയറ്റത്തിലൂടെ അങ്ങേയറ്റത്തെ ബുദ്ധിമുട്ടിൽ എത്തിപ്പെട്ടിട്ടുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് ഞങ്ങൾ ഈ പോരാട്ടം ഇവിടെ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഇവിടെ ഈ പോരാട്ടം നടത്തുന്നത്. ബലവർദ്ധനവ് താനെ ഉണ്ടായതല്ല, ബലവർദ്ധനവ് ബോധപൂർവമുണ്ടായതാണ്. അത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റാണ് അതിൻ്റെ കാരണക്കാരൻ. നമ്മുടെ രാജ്യം അവർ തന്നെ അഭിമാനപൂർവ്വം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ GDP 6% അല്ല 7%, 8% വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വർഷത്തിൽ. ഇക്കൊല്ലം 8 ആവുന്ന അവർ അവകാശപ്പെടുക. അപ്പോഴത്തേക്ക് എങ്ങനെയാണ് വില കുറയുന്നത്? അല്ല, വില കൂടുന്നത് എങ്ങനെ? GDP വർദ്ധിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ ഉൽപ്പാദനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ നമ്മുടെ നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് നമ്മൾ. പിന്നെങ്ങനെ ഈ ജനങ്ങൾ വാങ്ങുന്ന സാധനങ്ങൾക്ക് മുഴുവൻ വില വർദ്ധിക്കുന്നു? അവരെങ്ങനെ പട്ടിണിയിലാകുന്നു? 3000 കുഞ്ഞുങ്ങളെങ്ങനെ പോഷകാഹാരക്കുറവ് കൊണ്ട് മരിക്കുന്നു? ഇപ്പം വളരെ അവകാശവാദമാണ്. ഈ ലോകത്തിലെ നമ്പർ 1 ആയിരിക്കുന്ന തോന്നും അദ്ദേഹത്തിൻ്റെ അവകാശമാണ്. 3-ാം നമ്പറാകാൻ പോവുകയാണ് അവകാശവാദം. അങ്ങനെ ഇപ്പം പരസ്യങ്ങൾ മുഴുവൻ കാർഷിക മേഖലയിൽ അവരുടെ പരിഷ്കാരമാണ്. കേട്ടാൽ തോന്നും നമ്മുടെ കൃഷി തുടങ്ങിയത് തന്നെ നമ്മുടെ BJP ഗവൺമെൻറ്റാണ്. 4000 വർഷമായി നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ വളരെ വിപുലമായ രീതിയിൽ, വളരെ മെച്ചപ്പെട്ട രീതിയിൽ കാർഷിക മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ജനം നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ഫോട്ടോ കൊടുക്കുന്നുണ്ട്, പരസ്യം കൊടുക്കുന്നുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി അവകാശപ്പെടുകയാണ്, ഇതാ ഞങ്ങൾ കൃഷി ഗംഭീരമാക്കിയിരിക്കുന്നു, നമ്മൾ വ്യവസായം വികസിപ്പിച്ചിരിക്കുന്നു. പക്ഷെ വില കയറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ പട്ടിണി കിടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ രാജ്യമായി നമ്മൾ മാറി. അതിൻ്റെ കണക്ക് വേണം അവസാനം ഞാൻ 2 വാക്ക് പറയാം. അപ്പോഴേ ഇത് വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു ഭരണകൂടമാണ് ഇതിൻ്റെ കാരണം. നിലനിൽക്കുന്ന BJP ഭരണകൂടമാണ് ഇതിൻ്റെ കാരണം. അവർ എണ്ണ കമ്പനികൾക്ക് ഇപ്പം തന്നെ നമ്മുടെ സഹ അധ്യക്ഷൻ പറഞ്ഞു, എണ്ണക്കമ്പനികൾക്ക് സമ്മതം കൊടുത്തിരിക്കുകയാണ് കയറ്റിക്കോ. ആദ്യം ഇവരാണ് കയറ്റാനുള്ള ചുമതല. ഇപ്പം എണ്ണക്കമ്പനികൾക്ക് ഇഷ്ടംപോലെ കയറ്റാം. അപ്പോഴങ്ങനെ ആ പണമൊക്കെ എവിടെ നിന്ന്? ആ പണമൊക്കെ പോകുന്നത് കോർപ്പറേറ്റുകൾ. ആ കോർപ്പറേറ്റുകൾ കുന്നുകൂടുകയാണ്. ലോകത്തിലെ നമ്പർ 1 പണക്കാരിലൊരാൾ മോദി വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്ന അദാനിയാണ്. അതാണ് ഇപ്പൊ വലിയ പടായി. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാൾ ഞങ്ങൾ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നതാണ്. അപ്പോഴോ ആ പണം എവിടുന്ന് വന്നു? ആ പണം വന്നത് ഈ GDP വർദ്ധിപ്പിച്ചിട്ടുള്ള വ്യവസായ തൊഴിലാളികളും കാർഷിക മേഖലയിലെ തൊഴിലാളികളും അധ്വാനിച്ച പണം അവരെ ഉണ്ടാക്കുന്നുള്ളൂ. ഈ കോടീശ്വരന്മാരുണ്ടാക്കുന്നില്ല. 1% കയ്യിൽ 66%, ഇന്ത്യൻ GDPയുടെ 65% അവരാ പറയുന്നത്. അവരെടുത്താണ്. അധ്വാനിക്കുന്നവർക്ക് 70%-ന് 7%. ഇതൊക്കെ ആരെങ്കിലും കേട്ടാൽ എന്ത് പറയും? ബാക്കിയുള്ളത് നമ്മുടെ സർക്കാർക്ക്. അവരും കോടീശ്വരന്മാരാണ്. അവരിൽ പലരും കോടീശ്വരന്മാർ. അവരിലെ ആയിരക്കണക്കിന് ആൾക്കാർ കോടീശ്വരന്മാർ. അപ്പം ഇങ്ങനെ നമ്മൾ ഉൽപ്പാദിപ്പിക്കട്ടല്ല, നമ്മുടെ അധ്വാനിക്കുന്നവരും കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും കൂടുതൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുക.
അത് മുഴുവൻ കേന്ദ്രീകരിച്ചാൽ ഒരു ശതമാനത്തിന് അവസരമുണ്ടാക്കി കൊടുക്കുകയാണ് BJP ഗവൺമെന്റ് ചെയ്യുന്നത് എന്ന് അവരെ അധികാരത്തിൽ കയറ്റിയവർക്ക് മനസ്സിലാവുന്നില്ല. അവരെ അധികാരത്തിൽ കയറ്റിയത് പാവപ്പെട്ട മനുഷ്യർക്ക് മനസ്സിലാവുന്നില്ല. അവർ വടക്കേന്ത്യന്ന് ആ അന്ധവിശ്വാസങ്ങൾ തിന്നു തീർത്തുകൊണ്ട് BJP-നെ അധികാരത്തിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചോ നമ്മുടെ ഓട്ടോറിക്ഷക്കാരന് 2022 മറ്റാണ് ഒരു വേതന വർധനമുണ്ടാകും. 5 കൊല്ലം കഴിഞ്ഞു. 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വില കയറിയാന്ന് പറയുന്നത്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വില കയറിയിരിക്കുക. അത് കുറച്ചോ ഒരു 5%, 10% ഒന്നല്ല, 50% തൊട്ടിട്ട് 100%. നമ്മുടെ അവശ്യ വസ്തുക്കൾ 50% തൊട്ടിട്ട് 100% വരെ വില കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അതിന് വിശദീകരണം വെക്കണോ? വെക്കേണ്ട കാര്യമില്ല. 100% ഞാൻ വാങ്ങുന്ന വെളിച്ചെണ്ണക്ക് 100%-ത്തിലധികമാണ് കയറിയിരിക്കുന്നത്. അപ്പം ഈ രീതിയിൽ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് വേതന വർധന നൽകേണ്ടത് ആരായിരിക്കും? എന്തിനത് 5 കൊല്ലം താമസിച്ചത്? ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണല്ലോ ഇവിടെ ഭരിച്ചെന്ന് പറയുന്നത്. ഞാൻ അവരുടെ പാർട്ടി ഉണ്ടാക്കുന്ന കാലം ഇല്ലായിരുന്നെങ്കിൽ 40-കൾ മുതൽ അവരുടെ കൂടെ ഉണ്ടായി. എനിക്കറിയാം അതെങ്ങനെ രൂപം കൊണ്ടതാണ്. ആ അടിയും വെടിയും കൊണ്ടിട്ടുള്ള ധീരരായിട്ടുള്ള വിനയാന്വിതരായിട്ടുള്ള സഖാക്കൾ മരണം ഭരിച്ചിട്ടുള്ള സേലം ജയിലില് 48-ല് 40-ലധികം സഖാക്കളെ വെടിവെച്ച് വന്നിട്ട് അന്ന് മലബാർ മദ്രാസ് സ്റ്റേറ്റിലാണ് അക്കാലത്ത് സേലം ചെയ്യുന്നു. ആ വെടികൊണ്ടിട്ടുള്ള സഖാക്കൾ, ഇടികൊണ്ടിട്ടുള്ള സഖാക്കൾ, എല്ലൊടിഞ്ഞ സഖാക്കൾ, അവരെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേദീകരിച്ചത്. അവരുടെ പാർട്ടിയാണ് ഇതെന്ന് വിചാരിച്ചിട്ടാണ് കഴിഞ്ഞ 10 കൊല്ലം അവർ ഭരിച്ചത്. അവര് ഈ തൊഴിലാളികളെ കണ്ടില്ല. അടിസ്ഥാന വർഗത്തെ അവരെ വോട്ട് ചെയ്ത് കണ്ട് ഉയരത്തിലേക്ക് എത്തിയിട്ടുള്ള കസാല കൊടുത്തിട്ടുള്ള ഒരു പണിയെടുക്കാണ്. ഈ എല്ലൊടിഞ്ഞ സഹാക്കളെ അഡ്രസ് മാത്രം പറഞ്ഞുകൊണ്ട് അവർക്ക് അധികാര കസര കിട്ടിയത്. പിന്നെ അവരെ ചിത്രപ്പെട്ട് ചിന്തിച്ചില്ല. അതുകൊണ്ട് ഇപ്പൊ 5 വർഷം കഴിഞ്ഞു പോയി. നിന്റെ സ്വന്തം മകന് ഒരു വണ്ടിയുണ്ട്. അവന് 2 കുട്ടികളുണ്ട്, അച്ഛനമ്മയുണ്ട്, പിന്നെ ഭാര്യയും ഭർത്താവും. ആ കുട്ടി ഒരുത്തൻ പിന്നെ 10ാം തരത്തിലോ മറ്റോ അവന് ആവശ്യമായിട്ടുള്ള ചെലവ് വേണം. അതൊക്കെ 5-ന് പണിയില്ല. അപ്പം അവന്റെ 2 പെൺകുട്ടികളുണ്ട്. ഇപ്പൊ ഒരാഴ്ച പനിച്ച് കിടന്നപ്പോ വിടുന്ന പണി ഞങ്ങളുണ്ട്. അപ്പൊ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം. ചിലരുടെ വാടക എടുക്കുകയാണ്. ആ രീതിയിൽ ഈ 5 കൊല്ലമായിട്ട് ഈ പെട്രോളിനും ഡീസലിനും മറ്റ് ഗ്യാസിനും ഒക്കെ വില കയറിയിട്ട് വില തുടർച്ചയായിട്ട് കയറിക്കൊണ്ടിരിക്കല്ലേ. ഇപ്പൊ എത്ര ശതമാനം കയറി? ഇതിന് കണക്കുണ്ടല്ലോ. 50% കയറിയിരിക്കുകയാണ് ഈ സ്ഥാപനത്തിന്. അതിന്റെ പുറമെയാണ് അവശ്യ വസ്തുക്കളുടെ വിലക്കയറ്റം. അപ്പോഴേ അതിനൊരു വേതന വർധനവാണ് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അത് മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള, അതിന്റെ കുഞ്ഞുങ്ങളെ പോറ്റാൻ ആവശ്യമായിട്ടുള്ള ആ കാര്യങ്ങളെ സംബന്ധിച്ച് പറയുകയാണ്. അതിന് ഇങ്ങനെ സമരമാണോ? ഈ ഭരണകൂടത്തിന് അറിഞ്ഞോട് ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള അവരുടെ ഇടയിൽ നിന്ന് അവരുടെ കാര്യം തേനൊലിക്കുന്ന രൂപത്തിൽ വിശദീകരിച്ചിട്ടുള്ള ആണല്ലോ അവർ വോട്ട് നൽകിയിട്ടുള്ളത്. അപ്പം അവരത് ചെയ്തില്ല. കമ്മ്യൂണിസ്റ്റാണ്, മാർക്സിസ്റ്റാണ്. അവരുടെ പഠനം എന്താണെന്ന് ഒരു 50 കൊല്ലം തന്നെ മുന്നേ മനസ്സിലാക്കി അതിൽ നിന്ന് പോകുന്നല്ലോ എന്നുള്ള ചാരിതാർത്ഥ്യത്തിലാണ് ഞാൻ ആ കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അന്ന് അത്ര മുന്നേ തന്നെ അവരുടെ കൊടുത്ത് പോരാൻ കഴിഞ്ഞില്ല. ഞാൻ ഇത് മാത്രമല്ല കണ്ടത്. യൂറോപ്പില് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഫ്രാൻസിലും ഇവിടുത്തെ സാക്കളോടാണ് ഞാൻ പറയുന്നത്. ആ ഫ്രാൻസിലും ഇറ്റലിയിലും ഒരു പാർട്ടി എന്നുള്ള നിലയിൽ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്ത പാർട്ടികളിൽ ഏറ്റവും വലിയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് ആർക്കെങ്കിലും അറിയോ? അവരൊക്കെ ദ്രോഹിച്ചു പോയി. പാർലമെന്ററി ഡെമോക്രസിയിൽ പൊരുതാനുള്ളതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങനെ പൊരുതാൻ അവർ തീരുമാനിച്ചാൽ ആ പാർട്ടിന്റെ നിയമങ്ങളിൽ മാറ്റം വരുത്തണം. ആ സ്വേച്ഛാധിപത്യകളാകാൻ ഒരു വിപ്ലവം നടത്താനും വേണ്ടിയിട്ടുള്ള
ഒരു പാർട്ടിയാണ് മിലിറ്ററി ജനറൽമാരെ സംബന്ധിച്ചിടത്തോളം ഒബൈദ ഓർഡറാണ് യുദ്ധമുണ്ട്. അതേമാതിരിയുള്ള ചില നിയമങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്. അത് ആവശ്യമാണ്. അത് വിപ്ലവം ഉദ്ദേശിക്കുന്നെങ്കിൽ അത് ആവശ്യമാണ്. പക്ഷെ അത് ഒരു പാർലമെന്ററി ഡെമോക്രസിയിൽ മുതലാളിമാരെ സേവിക്കാൻ ഇരിക്കുന്ന ഒരു പാർട്ടിക്ക് എന്തിന് ആവശ്യം? അപ്പം ആ രീതിയിലുള്ള ഡബിൾ റോളുമായിട്ട് ഭരിച്ചിട്ടുള്ള ആ 10 വർഷം എന്തായാലും കിട്ടിയില്ല. ഈ വിലവർദ്ധന പരിഗണിക്കപ്പെട്ടില്ല. ഓട്ടോറിക്ഷക്കാരന് മക്കളുണ്ട്, അച്ഛനമ്മമാരുണ്ട്, അവന് കഷ്ടങ്ങളുണ്ട്, അവന് രോഗങ്ങളുണ്ട്. ഇതൊന്നും പരിഗണിക്കപ്പെട്ടില്ല. പക്ഷെ ഇപ്പോഴൊരു പുതിയ ഗവൺമെന്റ് വലിയ പ്രതീക്ഷകളിലാണ് ജനങ്ങൾ. അവിടെ എത്തുന്നതിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നില്ല. എന്തായാലും അതിന്റെ മുഖ്യ മന്ത്രിയെ സംബന്ധിച്ച് കുറച്ച് പരിചയമുണ്ട്. കുറച്ച് ദൂരദർശി ചെയ്താണ് എനിക്ക് തോന്നാൻ പറ്റുന്നത്. ആ ദൂരദർശിയൊക്കെ വെച്ചുകൊണ്ട് ഭരിക്കട്ടെ. ഈ നമ്മുടെ ഓട്ടോ തൊഴിലാളികളുടെ പ്രശ്നം, ഈ നാട്ടിലെ വിലക്കയറ്റത്തിന്റെ പ്രശ്നം, ഇതെല്ലാം അഭിമുഖീകരിക്കാൻ, ധീരമായി അഭിമുഖീകരിക്കാൻ ഈ മന്ത്രിസഭയ്ക്ക് കഴിയട്ടെ. CP ജോർജിനെ സംബന്ധിച്ചിട്ടും അദ്ദേഹം ഗതാഗത മന്ത്രിയാണെന്ന് കണ്ടിട്ടില്ല. എന്തായാലും 10-30 കൊല്ലത്തെ പരിചയം അദ്ദേഹമായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു മെമ്മോറാണ്ടം ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. ആ രീതിയിൽ ഈ പ്രശ്നത്തിനെ സംബന്ധിച്ച് ജനങ്ങൾക്കും തൊഴിലാളികൾക്കും ഉപകാരപ്രദമായ രീതിയിലുള്ള ചില തീരുമാനങ്ങൾ ഈ ഇന്നത്തെ ഭരണകൂടം എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ച് ഞാൻ ആദ്യം പറയുന്നില്ല. അവരെ സംബന്ധിച്ച് എനിക്ക് ധാരാളം പറയാനുണ്ട്. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞു. അവരുടെ ഈ പുരോഗമനം, അവരുടെ പരസ്യം, ഈ പരസ്യമൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഇടത് മാർക്സിസ്റ്റ് ഭരണം എത്തിയ സ്ഥലം നമ്മൾ കണ്ടല്ലോ, ആ വീഴ്ച നമ്മൾ കണ്ടല്ലോ. ഇപ്പം ഈ ലോകത്തിലെ ഏറ്റവും സീനിയറായിട്ടുള്ള, ഏറ്റവും സമ്പന്നമായിട്ടുള്ള രാജ്യമാക്കി തീർക്കും ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഭരിക്കുന്ന ഇവരെ ഇന്ന് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഒരൊറ്റ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. വേൾഡ് ഹങ്കർ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. നിങ്ങൾ പത്രവായനക്കാർക്ക് മുഴുവൻ അറിയാമായിരിക്കും. ആ വേൾഡ് ഹങ്കർ ഇൻഡെക്സിൽ 2014 ഈ BJP ഭരണകൂടം അധികാരത്തിൽ വരുന്ന സമയത്ത് നമ്മൾ 54-ാം സ്ഥാനത്ത്. ഇതിന് ശേഷം നമ്മുടെ പട്ടിണി വർദ്ധിക്കുകയാണ് ചെയ്തത്. പിന്നീട് നമ്മൾ 70-ലേക്കും 80-ലേക്കും 90-ലേക്കും 111-ആയി. എന്നതിന് ശേഷമാണ് ഒരു ചെറിയ ഇറക്കുണ്ടായി, 4% കുറഞ്ഞു. ഇതാണ് ആ 2014 ശേഷം നമ്മുടെ പട്ടിണി. ലോകത്തിലെ ഏറ്റവും ദരിദ്രമായിട്ടുള്ള രാജ്യങ്ങളുടെ സമ്മാനമാണ്. നമ്മുടെ സോമാലിയ, നൈജീരിയ, മധ്യ ആഫ്രിക്ക മുതലായ രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയോട് താരതമ്യം ചെയ്യാവുന്നതാണ് നമ്മുടെ സ്ഥിതി. അതുകൊണ്ടാണ് 3000 കുഞ്ഞുങ്ങൾ പോഷകാഹാരം. ഇവരുടെ പടായി കേട്ടിരിക്കുന്നത് നമുക്ക് തോന്നും നമ്മൾ കുറച്ച് മെച്ചപ്പെട്ട ജീവിതം, നഗരത്തിൽ കുറച്ച് മെച്ചപ്പെട്ട ജീവിതം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഗൾഫിലും യൂറോപ്പിലും അമേരിക്കയിലും പോയി കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട ലക്ഷക്കണക്കിന് ചേർത്ത്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് ഈ ഭരണകൂടങ്ങളെ, ഇടത് ഭരണകൂടത്തിന്റെയോ അല്ലെങ്കിൽ BJP ഭരണകൂടത്തിന്റെ അങ്ങേയറ്റത്തെ പ്രയത്നം കൊണ്ടല്ല. അവര് പ്രയത്നിച്ചത് മുഴുവൻ ചൂഷകവർഗത്തിന് വേണ്ടിയിട്ട്. അതിന് കണക്കുകളുണ്ട്. നമ്മുടെ ബിരുദകാരികളായിട്ടുള്ള നമ്മുടെ പുതിയ ചെറുപ്പക്കാർക്ക് അത് മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല. ദൈനംദിന പത്രം മാത്രം വായിച്ചാൽ മതി. അപ്പം ഈ രീതിയിലാണ് നമ്മൾ പട്ടിണിയിലേക്ക് പോയിരുന്നത്. ഇത് 111-ാമത്തെ സ്ഥാനത്താണ് നമ്മൾ. ആ 4% കുറഞ്ഞ് ഞാൻ പറഞ്ഞത്, ആ കണക്ക് പിടിച്ചത്. പക്ഷെ 55-ാം സ്ഥാനത്ത് നിന്നാണ് ആ BJP ഗവൺമെന്റ് അധികാരത്തിൽ കയറുന്ന സമയത്ത് 55-ാം സ്ഥാനത്താണ് നമ്മൾ വേൾഡ് ഹങ്കർ ഇൻഡെക്സിൽ ഉണ്ടായിരുന്നത്. ആ ലിസ്റ്റിലുണ്ടായിരുന്നു. ഇപ്പോഴേ നമ്മുടെ സ്ഥിതിയിലാണ്. അവര് ബടായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാർക്സിസ്റ്റുകാർ ബടായി പറഞ്ഞുകൊണ്ടിരിക്കുക, എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, കോൺഗ്രസ്സുകാരും പറഞ്ഞോട്ടെ. പക്ഷെ
പ്രവർത്തിക്കണം. കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നല്ലോ, എല്ലാവരും വലിയ പ്രതീക്ഷയിലാണ്. ഓട്ടോറിക്ഷ തൊഴിലാളികളും പിന്നെ കൃഷി മേഖലയിൽ, കാർഷിക മേഖലയിൽ കൃഷിക്കാരും അധ്വാനിക്കുന്നവരെല്ലാം തന്നെ വലിയ പ്രതീക്ഷയിലാണ്. ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ മെമ്മോറാണ്ടം കൊടുക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പോരാട്ടം പിന്നെ തുടരുമെന്ന് നിങ്ങളോട് പിന്നെ വാഗ്ദത്തം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഊഷ്മളമായ അഭിവാദ്യം നടന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.